റാപ്പർ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ നിലപാട് മാറ്റി വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ. പൊതുസമൂഹത്തിന്റെ വികാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വേടനെ പോലുള്ള പ്രശസ്തനായ ഗായകന്റെ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വേടനോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിയത് അനീതിയാണ് എന്ന വാർത്ത ആദ്യം നൽകിയത് ജനശബ്ദമായിരുന്നു. ഈ വാർത്തയോടായിരുന്നു വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്. വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതിലൂടെ വനംവകുപ്പ് കാട്ടുന്നത് ഇരട്ട നീതിയാണ് എന്ന് ജനശബ്ദം പറഞ്ഞിരുന്നു. സവർണ വിഭാഗത്തിൽപ്പെട്ട പലരും കേരളത്തിൽ അനുമതിയില്ലാതെ പുലിനഖവും ആനക്കൊമ്പുമൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കെതിരെ വനംവകുപ്പ് ചെറുവിരൽ അനക്കിയിട്ടില്ല. ശാസ്ത്രീയ പരിശോധന ഏതുമില്ലാതെയാണ് പുലിയുടെ ഒറിജിനൽ പല്ലാണ് ഇത് എന്ന് വനംവകുപ്പ് പറയുന്നത്. കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ജനശബ്ദം ആദ്യം തന്നെ വാദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വേടന് കോടതി ജാമ്യം നൽകി. വേടൻ റിമാൻഡിൽ തുടർന്നാൽ അത് കേരളത്തിലെ പല മന്ത്രി മാനവേന്ദ്രന്മാർക്കും പൊല്ലാപ്പാവും. ഇതിനെ തുടർന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വന്നത്. കേസിൽ എന്തെങ്കിലും നിയമവിരുദ്ധത നടന്നിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കും. ധാർമ്മികമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും പരിശോധിക്കുമെന്നും വനമന്ത്രി പറഞ്ഞു. നടന്മാരായ മോഹൻലാലിനും സുരേഷ് ഗോപിക്കും കിട്ടിയ നീതി വേടനും ലഭിക്കുമെന്നും മന്ത്രി കെ ശശീന്ദ്രൻ ഉറപ്പു നൽകി. പൊതുസമൂഹത്തിന്റെ വികാരം പരിഗണിക്കാനുള്ള ബാധ്യത വനംവകുപ്പിനുണ്ട്. കേസിൽ തിരുത്തലുകൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കുന്നതിന് തടസ്സമില്ല. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഗായകനാണ് അദ്ദേഹം. നാടിന്റെ സ്വത്താണ്, മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ പുലിപ്പല്ലി കേസിൽ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്തുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നില്ല. ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ആളാണ് എന്നും നടപടികൾ കൃത്യമായി ഉണ്ടാകുമെന്നും മന്ത്രി പ്രതികരിച്ചു. ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ആളാണ് എന്നും നടപടികൾ കൃത്യമായി ഉണ്ടാവുമെന്നുമായിരുന്നു അന്ന് മന്ത്രി നടത്തിയ പ്രതികരണം. അതേസമയം വേടന്റെ പുലിപ്പല്ലി കേസ് താൽക്കാലികമായി തുടരന്വേഷണം ഉണ്ടാകില്ല എന്നാണ് സൂചന. വനമന്ത്രിയുടെ പ്രസ്താവനയിൽ ഉദ്യോഗസ്ഥർ അതൃപ്തി പ്രകടിപ്പിച്ചു. വേടനെതിരെ കേസെടുത്തത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങിയ ശേഷമാണ്. സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടിയാണ് മന്ത്രിയിൽ നിന്ന് ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 6 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചാലും 60 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചാലും വേടൻ ചെയ്യുന്നത് തെറ്റുതന്നെയാണ്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് വേടൻ വേട്ടയാടപ്പെടുന്നത് അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. കാടുകെട്ടവന്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും, പേരുകെട്ട പാമരന്മാർ പോരടിക്കാൻ വിളിക്കും എന്ന് യുവതലമുറയോട് പറഞ്ഞുകൊടുത്ത നവീന അടിമകൾ വാഴും നരകം പോൽ ഒരിടമാണ് കേരളത്തിൽ ഇന്നും ജാതിയിൽ കുറഞ്ഞവന്റെ ലോകമെന്ന് പലതവണ പാടിയ വേടൻ. ഉത്തമന്മാരെല്ലാം കല്ലെറിഞ്ഞു, ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞു, ആ കല്ലുകൊണ്ട് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടിയേറി പായുമ്പോൾ എന്നുടെ തലപ്പാവിന് എന്തു തിളക്കം എന്ന് വേടൻ പാടിയത് അയ്യങ്കാളിയെ കുറിച്ചാണ്. അയ്യങ്കാളിയെ കുറിച്ച് ഇതിലും മനോഹരമായി യുവതയോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനും ഇന്നും അവർക്കില്ല.